ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ടെക്സ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് ഇനേബിളായി വരുന്നത് കാണാം. ഇതുപോലെ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഹൈപ്പർലിങ്ക് എന്നുള്ളത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന 4 രീതിയിലെ ഹൈപ്പർലിങ്ക് ഓപ്ഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. എക്സിസ്റ്റിംഗ് ഫയൽ എന്നുള്ള ഈ ഒരു ഭാഗത്തിന് നേരെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതുപോലെ സൈഡിൽ ഗൂഗിൾ ഹോം പേജ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് ഇനേബിളായി വന്നത് കാണാം. പ്ലേസ് ദിസ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷന് നേരെയുള്ള ക്ലിക്ക് ഹിയർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർക്ക്ഷീറ്റിലെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മറ്റൊരു വർക്ക്ഷീറ്റിലേക്ക് ഇനേബിൾ ആയതായി കാണാം. ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്തിന് നേരെയുള്ള ക്ലിക്ക് ഹിയർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാങ്ക് എക്സൽ വർക്ക്ഷീറ്റ് ഇനേബിൾ ആയതായി കാണാം. അവസാന ഭാഗത്ത് കാണുന്ന ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൻ്റെ നേരെയുള്ള ക്ലിക്ക് ഹിയർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിലെ ന്യൂ മെയിൽ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ആയതായി കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇതുപോലെ എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈപ്പർ ലിങ്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനായ എക്സിസ്റ്റിംഗ് ഫയൽ എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നത് നോക്കാം. ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് 3 രീതിയിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഹൈപ്പർ ലിങ്ക് വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത ശേഷം ടോപ്പിൽ കാണുന്ന ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്തെ ലിങ്ക് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഈ ഒരു വിൻഡോ ഇനേബിൾ ആയതായി കാണാം. മറ്റൊരു രീതി എന്നുള്ളത് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഹൈപ്പർ ലിങ്ക് ചെയ്യാം. ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിലെ Ctrl+K എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു ശേഷം Ctrl+K എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയതായി കാണാം. ലിങ്ക് ടു എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഫയൽ ഏത് ഫോൾഡറിലാണുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്ന ബ്രൗസ് ഫോർ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം അറ്റാച്ച് ചെയ്യേണ്ട ഫയലുള്ള ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഈ ഒരു ഫയൽ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ പാത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഏത് നെയിമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഓൾറെഡി എൻട്രി കാണിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് ID കാർഡ് ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. ശേഷം ഏറ്റവും താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലിങ്ക് എന്നുള്ള കോളത്തിൽ ID കാർഡ് ഫോർമാറ്റ് എന്നുള്ള ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫയൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഹൈപ്പർ ലിങ്കിൻ്റെ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാലിബ്രി എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ശേഷം ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ശേഷം ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോണ്ടിൻ്റെ സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു വെബ് പേജ് ലിങ്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ശേഷം ഷേപ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് കാണുന്ന ഫ്ലോ ചാർട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷേപ്സ് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നോ ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്പ് ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ താഴെ കാണുന്ന ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേഡിയൻ്റ് എന്നുള്ളതിൽ ഈ ഒരു ഫോർമാറ്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഷേപ്പിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് കാണുന്ന ഈ ഒരു വിൻഡോയിലെ താഴ്ഭാഗത്ത് കാണുന്ന അഡ്രസ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ ഗൂഗിളിൻ്റെ URL അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. http://www.google.com എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്.
ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിൾ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് മൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് ഇനേബിൾ ആയതായി കാണാം. ഹൈപ്പർ ലിങ്കിലെ അടുത്ത ഓപ്ഷനായ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ രണ്ടാമത് കാണുന്ന പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ 2 ഷീറ്റുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ടൈപ്പ് ദ സെൽ റെഫറൻസ് എന്നുള്ളത് ഞാൻ A1 എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെൽ റെഫറൻസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്വാർട്ടർലി എക്സാം റിസൾട്ട് എന്നുള്ള ഈ ഒരു ഭാഗമാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ക്വാർട്ടർലി എക്സാം റിസൾട്ട് എന്നുള്ള ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ടായി വന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക്ഷീറ്റ് ഇനേബിൾ ആയതായി കാണാം. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെയിം ഫോർമാറ്റ് തന്നെ താഴെ സെല്ലുകളിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൗസ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. സെയിം ഫോർമാറ്റിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ട് ഹൈപ്പർ ലിങ്കിൽ ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ലിങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. നെയിം ഓഫ് ദി ഡോക്യുമെൻ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സാമ്പിൾ എക്സൽ വർക്ക്ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ പാത്ത് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഡിഫോൾട്ടായിട്ട് ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ചേഞ്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. വെൻ ടു എഡിറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് എഡിറ്റ് ദ ന്യൂ ഡോക്യുമെൻറ്റ് നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഒരു ബ്ലാങ്ക് എക്സൽ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഹൈപ്പർ ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലാങ്ക് എക്സൽ വർക്ക്ഷീറ്റ് ഇനേബിൾ ആയതായി കാണാം. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെയിം ഫോർമാറ്റ് തന്നെ താഴെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. താഴെ ഈ ഒരു സെല്ലിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഓപ്ഷനായ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ഹൈപ്പർ ലിങ്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ടായി വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷനിൽ ഏറ്റവും താഴെ കാണുന്ന ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഈ ഒരു വിൻഡോയിലെ ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ മെയിൽ ID ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം സബ്ജക്റ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ട്രയലിംഗ് മെയിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെൻഡ് ടു ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. സെൻഡ് ടു ജിമെയിൽ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിലെ പുതിയൊരു മെയിൽ ബോക്സ് ഓപ്പൺ ആയി വന്നത് കാണാം. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഫോർമാറ്റ് തന്നെ താഴെ സെല്ലിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലിങ്കിന് നേരെ മൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ പാത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. സ്ക്രീൻ ടിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പാത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് എഡിറ്റ് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഈ വിൻഡോയിൽ ഈ ഒരു കോർണറിൽ കാണുന്ന സ്ക്രീൻ ടിപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഹൈപ്പർ ലിങ്ക് സ്ക്രീൻ ടിപ്പ് എന്നുള്ള ചെറിയൊരു വിൻഡോ ഇനേബിൾ ആയതായി കാണാം. സ്ക്രീൻ ടിപ്പ് ടെക്സ്റ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് മാത്രം ഞാൻ എൻ്റർ ചെയ്ത ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോയും ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെ ഈ ഒരു സെല്ലിലും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൗസ് ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ മൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ പാത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം.
ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലിങ്കുകൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഹൈപ്പർ ലിങ്കും റിമൂവ് ചെയ്തതായിട്ട് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.